നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത നെല്ലായിൽ ലോറിയിടിച്ച് കാൽനട യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് മുപ്ലിയം സ്വദേശി. വേലുപ്പാടം കവരംപള്ളി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായി. വൈദ്യുത കമ്പികളും തെങ്ങുകളും മറ്റു കാർഷിക വിളകളും കാട്ടാന നശിപ്പിച്ചു. ദേശീയപാത മരത്താക്കരയിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ചു. 5 പേർക്ക് പരിക്ക്. മടവാക്കര കാച്ചക്കടവിൽ മണലിപ്പുഴയിലേക്ക് വീണ് ഒഴുക്കിൽപ്പെട്ട കാർ 4 ദിവസം കഴിഞ്ഞിട്ടും കണ്ടെത്താനായില്ല. വളവുള്ള ഭാഗത്ത് സുരക്ഷാ വേലി നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത നെല്ലായിൽ ലോറിയിടിച്ച് കാൽനട യാത്രികന് ദാരുണാന്ത്യം. മുപ്ലിയം സ്വദേശി കുളങ്ങര വീട്ടിൽ 92 വയസ്സുള്ള ജോർജാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു സംഭവം. ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്ന് വന്ന മിനി ലോറി ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു. പരേതയായ റോസിയാണ് ഭാര്യ. ജസ്റ്റിൻ, ആൽഡ്രിൻ, സ്റ്റാൻഫൻ, ജാനറ്റ്, ജിൽജറ്റ് എന്നിവർ മക്കളും സൻഷി, മിനിജ, സ്മിത, ഡേവിസ്, റോബിൻ എന്നിവർ മരുമക്കളുമാണ്. ദേശീയപാത മരത്താക്കരയിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് 5 പേർക്ക് പരിക്ക്. ദേശീയപാത മരത്താക്കരയിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് 5 പേർക്ക് പരിക്ക്. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. ബസ് ഡ്രൈവർ ചേർത്തല സ്വദേശി രാകേഷ്, ബസ് ജീവനക്കാരൻ ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണൻ, യാത്രക്കാരായ കൊല്ലം സ്വദേശി പ്രശാന്ത്, ആറ്റിങ്ങൽ സ്വദേശി രാഹുൽ, തമ്പാനൂർ സ്വദേശി ലത എന്നിവർക്കാണ് പരിക്കേറ്റത്. തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തിരുവനന്തപുരം ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിലെ സർവീസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി എത്തിച്ച ടോറസ് ലോറിയുടെ പിറകിലാണ് ബസ് ഇടിച്ചത്. ഉള്ളൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വേലുപ്പാടം കവരംപള്ളി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായി. വൈദ്യുത കമ്പികളും തെങ്ങുകളും മറ്റു കാർഷിക വിളകളും കാട്ടാന നശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് KCB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുത ലൈനിലെ തകരാറുകൾ ഭാഗികമായി പരിഹരിച്ചു. എന്നാൽ കാട്ടാന ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രദേശത്തെ വെളിച്ചക്കുറവ് പ്രദേശവാസികളെ ആശങ്കയിലാക്കുകയാണ്. മേഖലയിൽ മതിയായ വെളിച്ചം ഉറപ്പാക്കുന്നതിനായി ഹൈമാസ്റ്റ് വിളക്കുകൾ സ്ഥാപിക്കണമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് EA ഓമന ആവശ്യപ്പെട്ടു. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മടവാക്കര കാച്ചക്കടവിൽ മണലിപ്പുഴയിലേക്ക് വീണ് ഒഴുക്കിൽപ്പെട്ട കാർ 4 ദിവസം കഴിഞ്ഞിട്ടും കണ്ടെത്താനായില്ല. വളവുള്ള റോഡിൽ പുഴയിലേക്ക് തുറന്നു കിടക്കുന്ന ഭാഗത്ത് സുരക്ഷാ വേലി നിർമ്മിക്കുമെന്ന് നെന്മണിക്കര പഞ്ചായത്ത് അധികൃതർ. ബുധനാഴ്ച പുലർച്ചെയാണ് മടവാക്കര കാച്ചക്കടവിൽ അപകടമുണ്ടായത്. ചാവക്കാട് മന്ദലാംകുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന ഇലക്ട്രിക് കാറാണ് പുഴയിലേക്ക് മറിഞ്ഞത്. ആലുവയിലെ സ്വകാര്യ കോളേജിലെ LLB വിദ്യാർത്ഥിയായ സിനാൻ ആലുവയിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത്. ഗൂഗിൾ മാപ്പ് പിന്തുടർന്ന് സഞ്ചരിച്ചിരുന്ന കാർ വളവുള്ള ഭാഗത്ത് വെച്ച് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് തെന്നി നീങ്ങുകയായിരുന്നു. സിനാൻ ഡോർ തുറന്ന് ചാടിയിറങ്ങി രക്ഷപ്പെട്ടെങ്കിലും കാർ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. തുടർന്ന് പുതുക്കാട് അഗ്നിരക്ഷാസേനയും സ്കൂബ ടീമും ചേർന്ന് കാറിനായി തിരച്ചിൽ നടത്തിയെങ്കിലും ശക്തമായ ഒഴുക്ക് പ്രതിസന്ധിയായി. ഇനി വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞാൽ മാത്രമേ തിരച്ചിൽ തുടരാനാകൂ. പാലിയേക്കരയിലെ ടോൾ ഒഴിവാക്കി ദേശീയപാതയിലേക്ക് പ്രവേശിക്കാനാകുന്ന പാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. കാർ യാത്രക്കാരാണ് കൂടുതലായും ഈ പാത തിരഞ്ഞെടുക്കുന്നത്. കാച്ചക്കടവിന് സമീപത്ത് വളവുള്ള ഭാഗത്ത് റോഡ് പുഴയിലേക്ക് തുറന്നു കിടക്കുന്ന രീതിയിലാണ്. മേഖലയിൽ രാത്രിയിൽ വെളിച്ചമില്ലാത്തതും പ്രതിസന്ധിയാണ്. വഴി പരിചിതമല്ലാത്തവർ ഇവിടെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കാച്ചക്കടവിൽ റോഡ് പുഴയിലേക്ക് തുറന്നു കിടക്കുന്ന ഭാഗത്ത് അടിയന്തരമായി സുരക്ഷാ വേലി നിർമ്മിക്കുമെന്നും അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മിയും വാർഡ് മെമ്പർ ശ്രീനാഥും പറഞ്ഞു. കഴിഞ്ഞ ദിവസം പുലർച്ചെ ചാവക്കാട് സ്വദേശിയായ സിനാൻ എന്ന വിദ്യാർത്ഥി ഓടിച്ചു വന്നിരുന്ന ഇലക്ട്രിക് കാർ
പുഴയിൽ വീണ് അപകടമുണ്ടായ മടവാക്കര കാഴ്ചക്കടവ് ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ റോഡ് വളവുള്ള ഭാഗത്ത് റോഡ് പുഴയിലേക്ക് തുറന്നു കിടക്കുന്ന രീതിയിലാണ്. ദേശീയപാതയിലേക്ക് ടോൾ ഒഴിവാക്കി പോകാനായി നിരവധി വാഹനങ്ങൾ ആശ്രയിക്കുന്ന ഒരു റോഡാണിത്. ഏതായാലും ഈ വളവുള്ള ഭാഗത്ത് പുഴയിലേക്ക് തുറന്നു കിടക്കുന്ന ഭാഗത്ത് ഒരു സുരക്ഷാ വേലി താൽക്കാലികമായെങ്കിലും നിർമ്മിച്ച് അപകട സാധ്യതകൾ ഒഴിവാക്കണമെന്നാണ് ഈ പ്രദേശവാസികളും യാത്രക്കാരും ഒക്കെ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മുപ്ലിയം ICS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിൽ മെറിറ്റ് ഡേ നടത്തി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ വിപിൻ ആന്റണി P അധ്യക്ഷത വഹിച്ചു. NIT കോഴിക്കോട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പ് മേധാവി ഡോക്ടർ രാമചന്ദ്രൻ നൊട്ടത്ത് മുഖ്യാതിഥിയായി. തുടർന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ P വിപിൻ ആന്റണി ബിരുദധാരികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ ഡോക്ടർ ബ്രാവലിൻ ജിജു, പ്രൊഫസർ ലിസ് ഷാനി ജോൺ എന്നിവർ പ്രസംഗിച്ചു. കൊരട്ടിയിൽ കോഫി ഷോപ്പ് ജീവനക്കാരനെ ആക്രമിച്ച സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. തെക്കുമുറി മുരിങ്ങൂർ കട്ടപ്പുറം ഗോപുരാൻ വീട്ടിൽ സ്നേഹേഷ് ആണ് കൊരട്ടി പോലീസിന്റെ പിടിയിലായത്. ഓഗസ്റ്റ് 7-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊരട്ടിയിലെ കോഫി കപ്പ് എന്ന കടയിൽ ജോലി ചെയ്യുന്ന ആസാം നഗോൺ സ്വദേശി സൊരിഫുലിനെയാണ് പ്രതി ആക്രമിച്ചത്. കടയിലേക്ക് കാപ്പി കുടിക്കാനെത്തിയ പ്രതി 2 കാപ്പി കഴിച്ച ശേഷം പണം നൽകാതെ വീണ്ടും കാപ്പി ആവശ്യപ്പെടുകയായിരുന്നു. പണം നൽകാൻ ആവശ്യപ്പെട്ട സമയത്ത് ജീവനക്കാരനെ അസഭ്യം പറയുകയും കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സ്നേഹേഷ്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ SHO N ഹബീബുള്ള, SIമാരായ സുമേഷ്, GSCPOമാരായ നിഖിലൻ, അഖിലാഷ്, ഉണ്ണി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പൊന്നിൻ ചിങ്ങം ഓഫർ ആരംഭിച്ചു. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പൊന്നിൻ ചിങ്ങം ഓഫർ ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 31 വരെ ആന്റിക്, നഗാസ്, ചെട്ടിനാട്, കുവൈറ്റി എന്നീ സെലക്ട് ആഭരണങ്ങൾക്ക് 7.99% മാത്രം കൂലി ഈടാക്കുന്നു. കൂടാതെ മറ്റു ആഭരണങ്ങൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന് ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം അറിയിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി 18, 14, 9 കാരറ്റ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ടെന്ന് ഇഷാര MD സാഗർ പോട്ടയിലും അറിയിച്ചു. എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും അഡ്വാൻസ്ഡ് ഓണം ആശംസകൾ PRO ഉബൈദ് നേർന്നു. ഈ ഓഫർ ഇഷാര കൊടകര ഷോപ്പിലും ലഭിക്കുമെന്ന് ഇഷാര ചെയർമാൻ രാജൻ ചമ്പാറ അറിയിച്ചു. ശരത് സ്ഥിരം കസ്റ്റമറാണ്. ഒരു ചെയിൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഓണത്തിൻ്റെ ഓഫർ നടക്കണമെന്ന് പറഞ്ഞത്. ഈ ചെയിനൊക്കെ 7.9 പണിക്കൂലി വരുന്നുള്ളൂ. പക്ഷെ നല്ല റെസ്റ്റോറൻറ്റ് കാണാനായിട്ടൊക്കെ. അതുകൊണ്ട് എൻ്റെ തീരുമാനങ്ങളൊക്കെ മാറ്റി ഞാനൊരു നെക്ലേസ് എടുക്കാൻ തീരുമാനിച്ചു. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നു പൊന്നിൻ ചിങ്ങം ഓഫർ. ഈ കാലയളവിൽ നഗാസ്, ആൻറ്റിക്ക്, ചെട്ടിനാട്, കുവൈറ്റി എന്നീ പ്രീമിയം സെഗ്മെൻറ്റ് സെലക്റ്റഡ് ഓർണമെൻറ്റ്സിന് 7.99% മാത്രമേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഓഫർ
ഓഗസ്റ്റ് 31 വരെ മാത്രമേ ഉള്ളൂ. കൂടാതെ മറ്റെല്ലാ പരങ്ങൾക്കും ഈ കാലയളവിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. എല്ലാ മാന്യ കസ്റ്റമേഴ്സിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ അഡ്വാൻസ് ഓണം ആശംസകൾ നേരുന്നു. തൃശൂർ റൂറൽ പോലീസും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികളുടെ സോഷ്യൽ സർവീസ് സംഘടനയായ തവനീഷ് അംഗങ്ങളും സംയുക്തമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തും ഇരിങ്ങാലക്കുട, മാള, പുതുക്കാട്, മതിലകം എന്നീ പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം, നാർക്കോട്ടിക് സെൽ ആൻഡ് ജെൻഡർ ജസ്റ്റിസ് ഡിവൈഎസ്പി എസ് പ്രദീപ്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സലീഷ് NS, ഇരിങ്ങാലക്കുട SHO ദിലീഷ് T, മാള SI വിശാഖ്, പുതുക്കാട് SHO ആദം ഖാൻ, മതിലകം SHO രജീഷ് S, ഫാദർ വിൻസെന്റ്, പ്രൊഫസർമാരായ ഡോക്ടർ മുവീഷ് നസീറ, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ആദർശ്, നിമിത, ഡോക്ടർ ദിനി, തൗഫിക്, ഡോക്ടർ വന്ദന, ഡോക്ടർ ഭാഗ്യേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. നെല്ലായി പന്തല്ലൂർ ചങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടവാവ് പിതൃബലി തർപ്പണവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും സെപ്റ്റംബർ 12 ബുധനാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച പുലർച്ചെ 3:30 നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, അഭിഷേകം, വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടായിരിക്കും. തുടർന്ന് 3:45 ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും എത്തിക്കുന്ന ദീപം ബലിതർപ്പണ മണ്ഡപത്തിൽ തെളിയിക്കുന്നതോടെ പിതൃബലി തർപ്പണത്തിന് തുടക്കമാകും. 5:45 നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ക്ഷേത്രം തന്ത്രി അഴകത്ത് മനക്കൽ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി അരിത്തോട്ടത്ത് മനക്കൽ രാമൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് രവീന്ദ്രൻ കല്ലുംപുരം, ട്രഷറർ പ്രശാന്ത് കളരിക്കൽ, ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ കളരിക്കൽ, മുഖ്യ രക്ഷാധികാരി സുകുമാരൻ വടക്കൂടൻ എന്നിവർ പങ്കെടുത്തു. മൂലംകുടം പാർവണം ട്രസ്റ്റിന്റെയും 21-ാം വാർഡ് വയോജന ക്ലബിന്റെയും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ആയുഷ് വകുപ്പുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു അധ്യക്ഷനായി. ഡോക്ടർ PR ബൈജു, ഡോക്ടർ കാർത്തിക് കൃഷ്ണൻ, വയോജന ക്ലബ് പ്രസിഡന്റ് VK ഗോപാലൻ, സെക്രട്ടറി സരള ഷൺമുഖൻ, പാർവണം ട്രസ്റ്റ് പ്രസിഡന്റ് TK സലീഷ്, PU രാഹുൽ എന്നിവർ പ്രസംഗിച്ചു. വാഹനാപകടത്തിൽ മരിച്ച അപ്പോളോ ടയേഴ്സ് CITU തൊഴിലാളി ഭാസ്കരന്റെ കുടുംബത്തിന് സഹായഹസ്തവുമായി CITU യൂണിയൻ. 10 ലക്ഷം രൂപയുടെ ചെക്ക് അപ്പോളോ ടയേഴ്സ് CITU യൂണിയൻ പ്രസിഡന്റ് MM വർഗീസ്, വർക്കിംഗ് പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA, ജനറൽ സെക്രട്ടറി സന്തോഷ് K ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ഭാസ്കരന്റെ ഭാര്യ സുഷമയ്ക്ക് കൈമാറി. നെല്ലായി പന്തല്ലൂർ ചങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടകവാവ് പിതൃബലി തർപ്പണവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും സെപ്റ്റംബർ 12 ബുധനാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച പുലർച്ചെ 3:30 നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, അഭിഷേകം, വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടായിരിക്കും. തുടർന്ന് 3:45 ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും എത്തിക്കുന്ന ദീപം ബലിതർപ്പണ മണ്ഡപത്തിൽ തെളിയിക്കുന്നതോടെ പിതൃബലി തർപ്പണത്തിന് തുടക്കമാകും. 5:45 നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ക്ഷേത്രം തന്ത്രി അഴകത്ത് മനക്കൽ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി അരിത്തോട്ടത്ത് മനക്കൽ രാമൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് രവീന്ദ്രൻ കല്ലുംപുരം, ട്രഷറർ പ്രശാന്ത് കളരിക്കൽ, ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ കളരിക്കൽ, മുഖ്യ രക്ഷാധികാരി സുകുമാരൻ വടക്കൂടൻ എന്നിവർ പങ്കെടുത്തു. പന്തല്ലൂർ ശ്രീ ചങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കർക്കിടകവാവ് മഹോത്സവത്തോടനുബന്ധിച്ച് ആണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. 5:45 നട തുറക്കും, നിർമ്മാല്യ ദർശനം, അഭിഷേകം, വിശേഷ പൂജകളൊക്കെ ഉണ്ട്. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ 5:30 മുതൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും. രാവിലെ 7:15 നടുവും ഹരിമാസ്റ്ററുടെ കാർമ്മികത്വത്തിൽ സർവ്വ ഐശ്വര്യപൂജയും, തുടർന്ന് 8:30 ഭാഗവത സേവാരത്നം PC ചന്ദ്രശേഖരൻ ഇളയതിന്റെ ഭക്തിപ്രഭാഷണവും നടക്കും. രാവിലെ 10 ശ്രീ സുബ്രഹ്മണ്യ സ്വാമി വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണ സമ്മേളനവും ഭാഗവത സേവാരത്നം PC ചന്ദ്രശേഖരൻ ഇളയത് സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിക്കും. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് KK അരുണൻ അധ്യക്ഷനായിരിക്കും. ഓഗസ്റ്റ് 8 വരെ വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെ രാമായണ പാരായണവും നടക്കും. വരാക്കര NSS കരയോഗത്തിന്റെ വാർഷികാഘോഷവും കുടുംബ സമ്മേളനവും ഞായറാഴ്ച രാവിലെ 10 മുതൽ 1 മണി വരെ തോണിയിൽ രാമൻകുട്ടിയുടെ വസതിയിൽ വെച്ച് നടക്കും. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് D ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. കരയോഗം പ്രസിഡന്റ് V സദാശിവൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു.
പവന് ഒറ്റയടിക്ക് 800 രൂപ വർദ്ധിച്ച് 1,11,720 രൂപയായി. ഗ്രാമിന് 100 രൂപയാണ് കൂടിയത്. 13,965 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. 4 ദിവസത്തിനിടെ 6,000 രൂപയുടെ വർധനയാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിച്ചതോടെയാണ് കേരളത്തിലും വില കുതിച്ചത്. വരും ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിലയിൽ വ്യതിയാനങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി ഗവൺമെന്റ് വനിതാ ITIയിലെ വിവിധ NCVT അംഗീകൃത ട്രേഡുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താല്പര്യമുള്ളവർ ആഗസ്റ്റ് 14-നകം ITIയിൽ നേരിട്ടെത്തി പ്രവേശനം നേടേണ്ടതാണ്. ഫോൺ 9995395278, മറ്റൊരു നമ്പർ 9947325362. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,965 രൂപയും പവന് 1,11,720 രൂപയും രേഖപ്പെടുത്തി. നന്ദിപുലം മാഞ്ഞൂർ കാഞ്ഞിലി രാമൻ നായർ മകൾ പാറുക്കുട്ടിയമ്മ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. റിട്ടയേർഡ് അഡീഷണൽ വില്ലേജ് ഓഫീസറായിരുന്നു. സംസ്കാരം നടത്തി. രാജേഷ്, സുരേഷ് കുമാർ, ഷീജ, പരേതയായ ഷീബ എന്നിവർ മക്കളും, പത്മജ, മിനി, പങ്കജാഷൻ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കാഞ്ഞൂർ തെക്കീനിയത്ത് ചെറുവാൾക്കാരൻ പോളി അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. ശൈലയാണ് ഭാര്യ. ഗീതു, മരിയ, റീതു, മെറീന എന്നിവർ മക്കളും, വിപിൻ പോൾ മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത നെല്ലായിയിൽ ലോറി ഇടിച്ച് കാൽനട യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് മുപ്ലിയം സ്വദേശി. വേലുപ്പാടം കവരംപള്ളി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായി. വൈദ്യുത കമ്പികളും തെങ്ങുകളും മറ്റു കാർഷിക വിളകളും കാട്ടാന നശിപ്പിച്ചു. ദേശീയപാത മരത്താക്കരയിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ചു. 5 പേർക്ക് പരിക്ക്. മടവാക്കര കാച്ചക്കടവിൽ മണലിപ്പുഴയിലേക്ക് വീണ് ഒഴുക്കിൽപ്പെട്ട കാർ 4 ദിവസം കഴിഞ്ഞിട്ടും കണ്ടെത്താനായില്ല. വളവുള്ള ഭാഗത്ത് സുരക്ഷാ വേലി നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.